ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്ന കാഴ്ച ഇരുട്ടുകുത്തി സീനിയേഴ്സ് വള്ളങ്ങളിൽ നേതൃത്വത്തിന് സാഹുൽ അബ്ദുൽ ഖാദറിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം സീനിയേഴ്സിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ. ഒന്നാം പങ്കായം ടിപ്പുവിന്റെ ഒന്നാം പങ്കായം കറക്കിയെറിയുന്ന കാഴ്ച. ഒന്നാം തുറയിൽ വൈശാഖ് പൊതിഞ്ഞു കൊത്തുന്ന കാഴ്ച കണ്ടോ. ഒന്നും രണ്ടും പങ്കായങ്ങൾ പുന്നമടക്കായലിന്റെ അടിത്തട്ടിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട് ജിബി തട്ടകൻ, അതെ 53-ാം നമ്പർ വള്ളം ജിബി തട്ടകൻ. രണ്ടാം ട്രാക്കില് ശ്രീമുരുകനുണ്ട്. മൂന്നാം ട്രാക്കില് വടക്കുംപുറം, അതെ മൂന്നാം ട്രാക്കില് വടക്കുംപുറവും കുനിഞ്ഞു കുത്തി കടന്നു വരുന്ന കാഴ്ച. വടക്കുംപുറം ഒന്നാം പങ്കായത്തിൽ ജയ്സണിന്റെ പങ്കായം ഭിന്നപ്പൻ ഒന്നാം തുണിയിൽ കടന്നു പോകുമ്പോൾ, വടക്കുംപുറം കടന്നു പോകുമ്പോൾ ശ്രീമുരുകനും മയിൽവാഹനനും ഈ മത്സരത്തെ ധന്യമാക്കിക്കൊണ്ട് ഇതാ പുന്നമടക്കായലിന്റെ ഫിനിഷിംഗ് പോയിന്റിലൂടെ കടന്നു പോകുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് വേദിയാവുകയാണ്. തുടർന്നുള്ള വിവരണത്തിനായി ഓവർ ടു ബിനോയ് ജെ തൊടുക. നന്ദി ശ്രീ ഡി സജി ഹരിപ്പാട്. ഇരുട്ട് പമ്പാവാസിന് കഴിയുമോ? 2022 നീരണിഞ്ഞ മയിൽപീലി, 2022 നെഹ്റു ട്രോഫിയിലെ ഫൈനലിസ്റ്റായി 3-ാം സ്ഥാനം നേടിയ മയിൽപീലി, 2022 അരൂരും വടക്കുംപുറവും കീഴടക്കിയ മയിൽപീലി, 2023 മറൈൻ ഡ്രൈവിൽ വിജയിച്ചു, 2024 അരൂരിൽ വിജയിച്ച മയിൽപീലിക്ക് ഇവിടെ മികച്ച സമയം കുറിച്ച് ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കുമോ? രണ്ടാം ട്രാക്കിലൂടെ സെന്റ് ജോസഫ് നമ്പർ 2, സെന്റ് ജോസഫ് നമ്പർ 1 ഇരുട്ടുകുത്തി ബി മത്സരത്തിലുണ്ട്. ഇത് സെന്റ് ജോസഫ് നമ്പർ 2 ആണ്. ആരാണ്? ഈ സ്പോർട്സ് ക്ലബ് വൈശ്യംഭാഗ്, ആലപ്പുഴ ജില്ലയിൽ നിന്ന് വൈശ്യംഭാഗ് ലീഡിംഗ് ക്യാപ്റ്റന് അമരത്ത് രാജേഷും അണിയത്ത് അഭിഷേകുമായി കടന്നു വരുമ്പോൾ ഇളമുഖ തമ്പുരാൻ 2024 നെഹ്റു ട്രോഫി കൈയടക്കിയ പമ്പാവാസൻ BBC കറാളത്തിന്റെ നേതൃത്വത്തില് അനിൽ കെ എന്നിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ, ഹരീഷിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ, ശരത് ഇല്ലിക്കലിന്റെ അമരത്തും ഹരീഷ് ഇല്ലിക്കല് ലീഡിംഗ് ഒന്നാം തുഴയിലും വരുമ്പോൾ ഇതാ ഇളമുഖ തമ്പുരാൻ പമ്പാവാസൻ BBC ഇല്ലിക്കല ഇതാ കുതിച്ചു വായുകയാണ്. വെള്ളത്തിന് മീതെ പറന്നെടുക്കുകയാണ്. കടൽ കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങള് ഇതാ പുന്നമടയില് ഇതാ തീവണ്ടിക്കൊള്ളക്കാരുടെ വള്ളം ഇടിച്ചു വായുന്നു. ഇളമുഖ തമ്പുരാൻ പമ്പാവാസൻ 2024 നെഹ്റു ട്രോഫി നേടിയവര് അവര് ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ മയിൽപീലിയും സെന്റ് ജോസഫ് നമ്പർ 2 തമ്മിൽ പൊരിഞ്ഞു പോകാനുകയാണ്. ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഈച്ചിടാതെ ഇതാ മയിൽപീലിയും സെന്റ് ജോസഫും. ആരുമെങ്കില് മയിൽപീലിയാണോ സെന്റ് ജോസഫാണോ? ജഡ്ജസ് പറയട്ടെ, കാണികൾ പറയട്ടെ. കാണികൾ പറഞ്ഞാലും ഇവിടെ ഫിനിഷിങ്ങിലൂടെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ജഡ്ജസ്. അങ്ങനെ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ 3-ാം പാദ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗിലേക്ക് എത്തി. ഫിനിഷിംഗിലൂടെ 3 വള്ളങ്ങൾ കടന്നുപോയി. മയിൽപീലിയും സെന്റ് ജോസഫ് നമ്പർ 2-ഉം ഇളമുഖ തമ്പുരാൻ പമ്പാവാസനും കടന്നുപോയി. ഇനിയും ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ മത്സരങ്ങള് നന്ദി ശ്രീ ഡി സജി ഹരിപ്പാട്. ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അവസാനിച്ചു. ഇനി 30 മുതൽ 35 ആളുകൾ വരെ തുഴയുന്ന ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ആദ്യപാദ മത്സരത്തിനായി
37 നമ്പർ വള്ളുമാൻ നമ്പർ 1 വളരെ വ്യക്തമായിട്ട് ഇതാ ഞങ്ങൾ ഫിനിഷ് ചെയ്യുന്നു. അതാ 2 വള്ളങ്ങൾ ഉറുപ്പപ്പറമ്പിലും ശ്രീമുത്തപ്പനും അയ്യട വയ്യട പോയട എന്ന് പറഞ്ഞുകൊണ്ട് 2 വള്ളങ്ങൾ 1-ാം ട്രാക്കിലെ വള്ളം ഉറുപ്പപ്പറമ്പിലും 4-ാം ട്രാക്കിലെ വള്ളം ശ്രീമുത്തപ്പനും അങ്ങനെ ആവേശപ്രദമായ പ്രദർശന മത്സരം പോലെ ഇതാ കാണികൾക്ക് ആവേശം പകർന്നുകൊണ്ട് തുറഞ്ഞു വരികയാണ്. ഞങ്ങൾ വന്നതല്ലേ, ഞങ്ങൾ കുടയട്ടെ, ഞങ്ങൾ ഫിനിഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം ട്രാക്കിലെ ഉറുപ്പപ്പറമ്പിലും 4-ാം ട്രാക്കിലെ ശ്രീമുത്തപ്പനും കടന്നു വരുമ്പോൾ അങ്ങനെ 2-ാം ട്രാക്കിൽ മത്സരിച്ച മഞ്ഞളത്തമ്മ കടന്നു പോകുമ്പോൾ 3-ാം ട്രാക്കിൽ മത്സരിച്ച ഹനുമാൻ നമ്പർ കടന്നു പോകുമ്പോൾ ഇതാ 1-ാം ട്രാക്കിലെ കുറുപ്പപ്പറമ്പിലും 4-ാം ട്രാക്കിലെ ശ്രീമുത്തപ്പനും ഇരുട്ടുകുത്തി ബി ഗ്രേഡ് 2-ാം വീച്ച് കടന്നു വരികയാണ്. അയ്യട വയ്യട പോയട എങ്കിലും ഞങ്ങൾ ഫിനിഷ് ചെയ്യും, ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വിട്ടില്ലേ, ഞങ്ങൾ കളിക്കാൻ വന്നില്ലേ, ഇത് ഞങ്ങളുടെയും ആവേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 വള്ളങ്ങൾ കുറുപ്പപ്പറമ്പിലും ശ്രീമുത്തപ്പനും അങ്ങനെ കടന്നു വരികയാണ്. ഇതാ ഫിനിഷിംഗ് പോയിന്റിൽ അടുക്കുന്നു, ഇതാ ഫിനിഷിംഗ് പോയിന്റിൽ അടുക്കുന്നു. 1-ാം തുളച്ചിക്കാരൻ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. ഇതാ 2 പങ്കാളിക്കാരും സാധ്യത പിടിച്ചുകൊണ്ട് കുറുപ്പപ്പറമ്പിൽ 2 പങ്കാളികളും അർദ്ധീസിലാണ്. ഇതാ ശ്രീമുത്തപ്പൻ കടന്നു പോകുന്നു. കുറുപ്പപ്പറമ്പിൽ ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ്. കുറുപ്പപ്പറമ്പിൽ നമ്മുടെ കൂടെ കടന്നു പോവുകയാണ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് ഈച്ച് നമ്പർ 2 4 വള്ളങ്ങളും അങ്ങനെ കടന്നു പോകുമ്പോൾ ഇരുട്ടുകുത്തി ഒരു വള്ളം മാത്രമേ ഈ മത്സരത്തിലേക്ക് വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആശാപുളുക്കിക്കളും പട്ടേരിപ്പുരയ്ക്കലുമാണ് ഞങ്ങൾക്ക് ട്രാക്ക് ആൻഡ് ഫീൽഡിൽ തന്നിരിക്കുന്നതെങ്കിലും പരുന്തുവാലിൽ വള്ളമായി നിർമ്മിച്ച വള്ളം ഒരു വള്ളം ഒറ്റയ്ക്ക് വരികയാണ്. വെപ്പ് എ ഗ്രേഡിന്റെ 2-ാം പ്രാഥമിക പാദ മത്സരത്തിൽ പട്ടേരിപ്പുരയ്ക്കൽ 1924 നീലകണ്ഠനാചാരി നിർമ്മിക്കുമ്പോൾ ആ വർഷമാണ് നമ്മുടെ കുട്ടനാടിന്റെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന നാരായണാചാരി പിറന്നു വീണ വർഷം. പിതാ കുടുംബം വളരെ അഭിമാനപൂർവ്വം ജലോത്സവ ലോകത്തിന് സമ്മാനിച്ച 100-ലേറെ വർഷം 102 വർഷം പഴക്കമുള്ള വള്ളം നെഹ്റു ട്രോഫിയിൽ പട്ടേരിപ്പുരയ്ക്കൽ എ ഗ്രേഡ് വിഭാഗത്തിലേക്ക് ആദ്യമായി വന്നത് 1985 കുമരകം ബോട്ടത്ത് 1982-ലും 83-ലും 84 ജില്ലയിൽ നിന്നുള്ള വരമ്പനകങ്കാരും കരിമടങ്കാരും കുമരകങ്കാരും ഒക്കെ 4 ജയങ്ങളാണ് പട്ടേരിപ്പുരയ്ക്കൽ സമ്മാനിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായി ഒറ്റയ്ക്കാണ് അവർ വരുന്നത്. മത്സരം ആരംഭിച്ചിട്ടില്ല. മത്സരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ അതിലേക്ക് എത്താം. എന്തായാലും വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളിൽ ട്രോഫി നേടിയ 2007, 2008, 2009, 2010 4 തവണ ജയിച്ച അമ്പലക്കടവിനുള്ള ഈ വർഷം മത്സരിക്കുന്നില്ല. 5 വള്ളങ്ങൾ ആദ്യ ഹീറ്റിലൂടെ നെപ്പോളിയൻ ഒരു വെല്ലുവിളി പോർവിളി നടത്തിക്കൊണ്ട് ഇവിടെ കടന്നുപോയി. ഷോട്ട് മുടക്കത്രയും മണലിയും മത്സരം ആരംഭിച്ചു. മത്സരം എന്ന് പറയാൻ കഴിയും. ഒറ്റയ്ക്ക് കടന്നു വരുന്ന അതിമനോഹരമായ കാഴ്ച. ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള പട്ടേരിപ്പുരയ്ക്കൽ കുടുംബത്തില് നമുക്കറിയാം മാന്നാർ ജലോത്സവത്തിലൊക്കെ 2017 ഉജ്ജ്വലമായ ടീമിനെ വെച്ച് മറ്റുള്ള മണലിയെയും ഷോട്ടിനെയും ഒക്കെ പരാജയപ്പെടുത്തിയ ചരിത്രമുള്ള വള്ളമാണ് പട്ടേരിപ്പുരയ്ക്കൽ. പട്ടേരിപ്പുരയ്ക്കൽ തറവാട്ടിൽ നിന്നുള്ള വളരെ മനോഹരമായ രീതിയിൽ തുണിയെറിയാൻ കഴിയുള്ള ടീമിനെ അണിയിച്ചൊരുക്കുന്ന വള്ളമാണ് പട്ടേരിപ്പുരയ്ക്കൽ. മനോഹരമായ വെപ്പ് എ ഗ്രേഡിന്റെ കുടുംബ യുദ്ധത്തിന്റെ ചുണ്ടൻ വള്ളങ്ങൾ വരുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ചരിത്രത്തിൽ നിന്നും നമ്മൾ വഴിമാറുന്നത് വെപ്പ് എ ഗ്രേഡിലേക്കാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ ഉച്ച കഴിഞ്ഞ് സീനിയർ കമന്റേറ്റർമാരിലേക്ക് പങ്കെടുക്കുന്നു. ആശാപുളുക്കിക്കളം പങ്കെടുക്കുന്നില്ല. ഇതാ സെക്കൻഡ് ഹീറ്റ്സില് പട്ടേരിപ്പുരയ്ക്കൽ വള്ളം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിന് ഒരുപാട് ജയങ്ങൾ നേടിയ ഷോട്ട് കുളിക്കത്രയോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയുള്ള പട്ടേരിപ്പുരയ്ക്കൽ വള്ളം. ഇവിടെ നെഹ്റു ട്രോഫി നടക്കുമ്പോൾ അന്ന് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ അവർ ഇവിടെ വരികയും ഫൈനൽ മത്സരം ചുണ്ടൻ വള്ളത്തിന് ഫൈനൽ മത്സരം നേരത്തെ നടത്തപ്പെടുകയും ചരിത്രമുണ്ട്. ആ മത്സര വള്ളംകളിയിൽ പട്ടേരിപ്പുരയ്ക്കൽ ഓട്ടപ്പറമ്പ് വള്ളത്തിന് ഹാട്രിക് തകർത്ത ചരിത്രമുണ്ട്. പട്ടേരിപ്പുരയ്ക്കൽ തെക്കേക്കര പട്ടം TVC തുഴയുകയാണ്. താളക്കാരനായി ജോളിയുണ്ട്. ഒന്നാം ഉദയപ്പൻ 110 ചിറയും അതുപോലെ തന്നെ 1-ാം പങ്കായത്തിൽ ഉണ്ണികൃഷ്ണനും 1-ാം തുഴയില് കുട്ടനും അതിന്റെ താളത്തില് ജോളിയും കടന്നു വരികയാണ്. ആവേശകരമായ വളരെ മനോഹരമായ ഒരു തുഴച്ചിൽ. യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന യുദ്ധവാഹനങ്ങൾക്ക് അകമ്പടി സേവിച്ചിരുന്ന വള്ളങ്ങള് ഇന്നിതാ പുന്നമടയില് ആവേശത്തിന്റെ തിരമാലകളിൽ വെപ്പ് എ ഗ്രേഡിന്റെ വള്ളങ്ങളിൽ ആദ്യ ഹീറ്റ്സിന് ശേഷം 2-ാം ഹീറ്റ്സ് ആരംഭിച്ച് ഇതാ ഫിനിഷിംഗിനോട് അടുക്കുകയാണ്. പട്ടേരിപ്പുരയ്ക്കൽ 1985, 94, 95, 96, 98 നെഹ്റു ട്രോഫി ജേതാക്കളാണ്. ഇത് ഫിനിഷിംഗിനോട് അടുക്കുകയാണ്. ഒരൊറ്റ വള്ളം
Okay. So we have always read about it during our school in our books, but this is the first time we are visiting here, and it's but nothing like what we have read and what we have seen. You have to come here and feel the vibe, and you can already see the energy here. It's like top notch. So we are having a lot of fun. The experience is mind blowing, and we had planned this last year when we had seen the practices and we wanted to experience it live. So this time we were able to make it. I'm really happy that we took the decision to come here. So we are really enjoying ourselves, and everybody should come and witness it live. It's another level. Thank you so much. Name please. Benazir. Benazir. We are from Ranchi, Jharkhand, and we work in Bangalore. So we have traveled from Bangalore. Richa, same. I'm from Jharkhand, Ranchi, but I work in Bangalore. Okay, thank you. Thank you. Thank you. Thank you so much. Yeah, we are from 96 batch SLC Sanjay High School. We sponsored one boat, Asha Pulikitara short. It's called Odi Vallam, and that is already qualified for the final. And we are very thrilled. We will win the game this year. We have friends from Qatar came and UK and Jodi Zoning Company. All the people are here. Yeah. Next year we are going to sponsor Sultan Bala. Hey! Our boy! Hero! 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 Our boy! Hero! Hero! This is our first time coming here for the Nehru Cup trophy, and it's been an amazing experience so far. The energy of the crowd is something else altogether. Actually, ഞങ്ങൾ Kerala, but I live in California, so I'm very happy that I'm able to come here and experience this. I think it is something everyone should experience. The energy is amazing, and I'm waiting for the final races. I came with my chechi. I'm really enjoying this. This has been my life wish to see the Nehru boat race at least once. So I'm really enjoying the excitement around the crowd, and I'm looking forward to the 2:30 when it starts, the final race starts. So I'm here from Bangalore for a holiday, and we thought we'll come and enjoy this whole. So I'm an exemplary, fantastic. Really love it. This is our first time to the boat race. It's been very good. Yeah. We really enjoyed it. Yeah, the different types of boats and the way they are doing it together. It has been very nice to see. And also the environment here is so electric. There is lot of communal, happiness for people to come together and view this. Yes, it is even after being a Malayali, it's the first time seeing boat race, and it's really a wonderful experience to enjoy the boat race with the family. We are loving it here. We came from Bangalore, so the expectation was to have fun here. What we have expected is fulfilling here. I'm enjoying more than an IPL.
coming from Bangalore. It's very good. क्या बोलूं? पहली बार आई हूँ, बहुत मतलब अच्छा है. बढ़िया मजा आ रहा है, एकदम माहौल बढ़िया शानदार है. बहुत सारे रेसेस हो गए हैं और अभी फाइनल के लिए बहुत एक्साइटेड है. अभी देखेंगे कि कौन जीतेगा, फाइनल में कौन आएगा. मजा आने वाला है. और अब बताएं, सब घर वाले सब आए हैं देखने के लिए कि क्या माहौल है, क्या चल रहा है. अभी बढ़िया, यहाँ पे इंतजाम भी बहुत बढ़िया हुआ है. तो अभी देखते हैं क्या होगा, मजा आएगा. पहली बार आई हूँ अपने पति के साथ, फैमिली मेरे डैड है. बढ़िया, सब इंतजाम अच्छा है, बहुत बढ़िया है यहाँ का माहौल. I am coming first time for the Nehru Trophy boat race. I like it very much. I am enjoying the boat race. Thank you. ഞങ്ങൾ നാട്ടാം ബോട്ട് ക്ലബിൻ്റെ കളി കാണാൻ വേണ്ടിയാണ് വന്നത്. അവർ ഈ പ്രാവശ്യം കപ്പടിക്കുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. അല്ലല്ല, ഞങ്ങൾ ഇവിടെ കോട്ടയത്തുനിന്ന്.